സൂറത്തുൽ നൂറിലെ 2-ാമത്തെ ആയത്ത്, അസ്സാനിയത്തു വസ്സാനി. നമുക്കതിൻ്റെ അർത്ഥം ബൈഹാട്ടായി. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചരിക്കുന്ന ആണും. രണ്ടുപേരെയും പറഞ്ഞതുകൊണ്ട് വ്യഭിചാരം സംഭവിച്ചാൽ രണ്ടുപേർക്കും ശിക്ഷയുണ്ട്. ശിക്ഷ നടപ്പാക്കേണ്ടത് ഫജ്ലിദൂ, ഫജ്ലിദൂ, നിങ്ങളെല്ലാരും അടിക്കണമെന്നാണ്. ഒരു വ്യഭിചാരി ഒരു വ്യഭിചാരിണി രണ്ടുപേരുടെയും കുറ്റം ബോധ്യപ്പെട്ടാൽ, കുറ്റം ബോധ്യപ്പെടുന്നതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ധാരണയുടെ പേരിലോ ഒരു കാഴ്ചപ്പാടിന്റെ പേരിലോ ഒരു തോന്നലിന്റെ പേരിലോ ഈ ശിക്ഷ നടപ്പാക്കാൻ പാടില്ല. ബോധ്യപ്പെട്ടാൽ, ഇസ്ലാം പറയുന്നത് പോലെ ബോധ്യപ്പെട്ടാൽ, അപ്പൊ പിന്നെ ആ ശിക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് ജംആക്കിയിട്ട് നിങ്ങളൊക്കെ അടിക്കണം. ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, 100 അടി അടിക്കണം. ഇത് വിവാഹിതരാകാത്തവർക്കുള്ള ശിക്ഷയാണ്. 100 അടിയും നാടുകടത്തൽ, മറ്റുള്ളവരെ എറിഞ്ഞു കൊല്ലണം. നമ്മളതിലേക്ക് വരും. പക്ഷേ ഈ അടി എല്ലാവർക്കും ബാധ്യതയാണെങ്കിലും അത് നടപ്പിലാക്കേണ്ടത് നമ്മളൊക്കെ ഏൽപ്പിക്കുന്ന ഒരാളായിരിക്കും. അത് ചിലപ്പോൾ ഖാദിയായിരിക്കും. ആരാണോ അതുകൊണ്ട് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്നത് അവരായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നവർ അവര് നമ്മളുടെയൊക്കെ പ്രതിനിധിയാണ്. ഒരു കൽപ്പന നടപ്പാക്കുക എന്നുള്ളത് ഉമ്മത്തിന്റെ മൊത്തം ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മൾ അത് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാളത് ചെയ്താൽ നമ്മളൊക്കെ ചെയ്തതുപോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അധികാരം ആരെങ്കിലും ഏൽപ്പിക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മറ്റൊരു ഗൗരവമായ ഹദീസ്, നമ്മളൊക്കെ പാടെ ഒരാളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഏതവസ്ഥയിൽ? ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ അതിനേക്കാൾ നല്ലവരാ സൊസൈറ്റിയിൽ ഉണ്ടതാനും. നമ്മളൊരാളെ അധികാരമേൽപ്പിക്കുന്നു, ഖളാ ഏൽപ്പിക്കുന്നു. ഏതവസ്ഥയിൽ? ആ ഉമ്മത്തിൽ ഖൈറും മിൻഹു, ആ ഉമ്മത്തിൽ നമ്മൾ ആരെയാണോ അധികാരമേൽപ്പിച്ചത് അയാളെക്കാൾ നല്ലവനുണ്ട് താനും. എന്നാൽ ലാ യശുമ്മു, അധികാരമേൽപ്പിച്ചവർ ലാ യശുമ്മു റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മണം പോലും അവർക്ക് കിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഒരാളെ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളൊക്കെ പ്രതിനിധിയാണ്. ഏതായിരുന്നാലും ശിക്ഷ ഇത്രമേൽ ഗുരുതരമാണ്. എന്തേ ഇത്രമേൽ ഗുരുതരമാക്കാൻ കാരണം? ഇസ്ലാമിൽ വേറെ ഒന്നിനും എറിഞ്ഞു കൊല്ലുക എന്നുള്ള നിയമമില്ലല്ലോ. ഇപ്പോ ഒരാളെ കൊന്നു, അയാൾക്ക് ഖിസാസ് ഉണ്ടാകും, അയാൾ കൊല്ലണം. പക്ഷെ ആ കൊല്ലൽ പെട്ടെന്നുള്ള കൊല്ലലാണ്. വളരെ വേഗത്തിൽ എത്തിയാൽ നമ്മൾ പഠിച്ചു, പെട്ടെന്നുള്ള കൊല്ലൽ. അയാളെ ആ നോവ് അറിയിപ്പിക്കാതെ കൊല്ലണം. പക്ഷെ വ്യഭിചാരിയാണെങ്കിലോ അയാളും മരിക്കുന്നത് വരെ എറിയുക, എറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഓടിയാലും ചാടിയാലും എറിയണം. എന്താ കാരണം? അത്രമേൽ വലിയ തെറ്റാണ് വ്യഭിചാരം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലത്തെ നമ്മൾ പേടിക്കണം. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. മാ ലഹറത്തിൽ ഫാഹിഷതു ഫീ ഖൗമി, ഒരു ഖൗമിൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഇത്യാദി തോന്നിയാസങ്ങൾ, വ്യഭിചാരം, സ്വവർഗരതി, അനാവശ്യങ്ങൾ, ഇതൊക്കെ വ്യാപിച്ചുപോയി. വ്യാപിക്കുക മാത്രമല്ല ഹത്താ അഗ്ലനൂ ബിഹി, അതുകൊണ്ട് അവര് പബ്ലിക്കാക്കുകയും ചെയ്തു. അല്ലേ?
ആണും കല്യാണം കഴിക്കുക, പെണ്ണും കല്യാണം കഴിക്കുക, എന്നിട്ട് അവരൊക്കെ സെലിബ്രിറ്റികളായി മാറുകയും ചെയ്യുന്ന കാലം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തമ്മാടിത്തരം ചെയ്യല് തെറ്റാണ്, അത് പരസ്യാക്കും ചെയ്യാം, അത് ഒഫീഷ്യലായി പറയും ചെയ്യാം. അങ്ങനെ ആയി കഴിഞ്ഞാൽ അവർക്ക് മാരകമായ പകർച്ചവ്യാധി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോവിഡ് അതിനൊരു ഉദാഹരണമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എങ്ങനത്തെ പകർച്ചവ്യാധിയാണ്? അവരുടെ മുൻഗാമികളിൽ പോലും ഉണ്ടാകാത്ത വലിയ മാരക രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും എല്ലാ ദിവസവും സമുദ്രം അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഉമ്മത്തിന്റെ മനുഷ്യന്മാരെ തെറ്റുകുറ്റങ്ങൾ, അരുതായ്മകൾ, അശ്ലീലങ്ങൾ, അരാജകത്വങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പടച്ചോനോട് ചോദിക്കുകയാണ്, അല്ലാഹ് ഞങ്ങളൊന്ന് അങ്ങ് ഈ സമുദായത്തെ മുഴുവൻ നക്കിത്തുടച്ചു വരട്ടെ, ഞങ്ങള് ഇവരൊക്കെ നക്കിത്തുടച്ചു വരട്ടെ. സമുദ്രം അള്ളാഹുവോട് ചോദിക്കുകയാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളാണ് അവരെ പടച്ചതെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമായിരുന്നില്ല. സമുദ്രത്തിനോട് അള്ളാഹു പറയുന്ന വർത്താനാണ്, നിങ്ങളാണ് ഈ സമുദായത്തെ പടച്ചതെങ്കിൽ നിങ്ങളത് പറയൂലായിരുന്നു. അള്ളാന്റെ കാരുണ്യത്തിന്റെ മേൽ രക്ഷപ്പെട്ടു പോവാൻ. എന്നാലും ചിലപ്പോ ചില വാണിംഗായിട്ട് അള്ളാഹു സുനാമി നൽകിയിട്ടുണ്ട്, വെള്ളപ്പൊക്കങ്ങൾ, ദുരന്തങ്ങൾ, ഗ്ലോബൽ വാർമിംഗ് ഇൻ റിയൽ ഇറ്റ് ഈസ് എ ഗ്ലോബൽ വാർണിംഗ് എന്നാണ്. ചൂട് കൂടുക, അത് ലോകത്തിന് അള്ളാഹു നൽകുന്ന ഒരു വാണിംഗാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നോക്കുക, അല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ ولا يقتلون النفس التي حرم الله ولا يزنون. വിചരിക്കാൻ പാടില്ല, വിശ്വാസിയിൽ വ്യഭിചാരം സംഭവിക്കരുത്. സംഭവിച്ചാൽ വമൻ യഫഅൽ ദാലിക യൽഖാ സാമാ, വലിയ ശിക്ഷ അവനിക്ക് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു താക്കീത് ചെയ്തത്. വ്യഭിചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ, അവർ ഒന്നുകിൽ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക്, ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ 100 അടിയും ഒരു വർഷം നാടുകടത്തലുമാണ്. എന്നാൽ വിവാഹം ചെയ്യുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തവരാണെങ്കിൽ അവർക്ക് പറയുന്ന പേര് മുഹ്സിൻ, സീനല്ല സ്വാദ്, മുഹ്സിൻ. അവരെ എറിഞ്ഞു കൊല്ലണം. മൂന്നാമത്തെ ഒരു കാറ്റഗറി അവര് അടിമകളെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷയുടെ, സ്വതന്ത്രരായ മനുഷ്യർക്ക് നൽകുന്ന ശിക്ഷയുടെ പകുതിയാണ്. സ്വതന്ത്രരായ മനുഷ്യർക്ക് നൽകുന്ന ശിക്ഷ ഒന്ന് കൊലയാണ്, കൊലക്ക് പകുതിയില്ലല്ലോ. അതുകൊണ്ട് അടിമകൾക്ക് നൽകപ്പെടാറുള്ളത് അടി പകുതി, 50 അടി കൊടുക്കും, 6 മാസം നാട് കടത്തുകയും ചെയ്യും. അള്ളാഹു അതിനെ തൊട്ടൊക്കെ നമ്മളെ കാക്കട്ടെ. ഇത്രയും സിസ്റ്റമാറ്റിക്കായി, ഡേഞ്ചറായി, സീരിയസായി, സീവിയറായിട്ട് അള്ളാഹു ഒരു നിയമം സംവിധാനിച്ചത് വ്യഭിചാരത്തിന്റെ വിഷയത്തിലാണ്. എന്താ കാരണം? ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനായിട്ട് ഒരാൾക്ക് വ്യഭിചരിക്കാനേ കഴിയൂല. വ്യഭിചാരം ഈമാൻ എടുത്തു പോകുന്ന പ്രശ്നം. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, പിന്നെയോ വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. മായൂസിലു ഇലൽ ഹറാമി ഹറാം, ഞാൻ അങ്ങോട്ട് പോയാൽ അവിടെ വ്യഭിചാരത്തിന്റെ ചെറിയ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. അങ്ങോട്ട് പോകൽ തന്നെ ഹറാമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വലാ തഖറബുസ്സിന, നിങ്ങൾ സിനയിലേക്ക് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല,
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അടുക്കരുത് എന്ന് പറയുമ്പോൾ മുഫസ്സിരീങ്ങൾ പറയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമാണ് ഇഖ്തിലാത്ത്, കൂടിച്ചേരുക, പരമാവധി ഒഴിവാക്കണം. ഇന്ന് അതായി. കല്യാണത്തിന് പോകുമ്പോൾ പേടിയാണ്, ആഘോഷങ്ങൾക്ക് പേടിയാണ്. എന്നിട്ട് അതൊക്കെ ജെൻഡർ ഈക്വാലിറ്റി എല്ലാവരും നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം എന്നൊക്കെ പറയാണ്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന വൻ ദുരന്തങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ ദുരന്തമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തത് മറയില്ലാതെ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഹിജാബൊന്നുമില്ല, ഹിജാബൊക്കെ അപ്രസക്തമായി, ഔട്ട് ഓഫ് ഫാഷനായി. ഇതില്ലാത്ത ഇടപെടലുകൾ നമ്മൾ പറഞ്ഞില്ല, നോട്ടം അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ആ വ്യഭിചാരത്തെ ചിലപ്പോ നമ്മുടെ ഫർജ് സത്യമാക്കും, അല്ലെങ്കിൽ അസത്യമാക്കും. സത്യമാക്കിയാലും ശരി, ഫർജ് കൊണ്ട് സംഭവിച്ചാലും ഇല്ലെങ്കിലും ശരി, ആ നോക്കുന്നത് അത് കണ്ണുകളുടെ വ്യഭിചാരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ ഹൽവത്ത്, ഒറ്റക്കാവ്, ആണും പെണ്ണും ഒറ്റക്കാവ്, നമ്മൾ സൂക്ഷിക്കണം. എത്രത്തോളം ഇൽമു പഠിപ്പിക്കാൻ പോലും ആണും പെണ്ണും ഒറ്റക്കാവൻ ഹറാമാണ്. പിന്നെ ബാക്കിയുള്ളത് പറയേണ്ടതില്ലല്ലോ. ഇൽമു അതത്രമേൽ ഫർളായിന്, പഠിക്കൽ നിർബന്ധം. തലബുൽ ഇൽം വാജിബ ഫരീള അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ. ഫർളായ ആ വിഷയത്തിന് പോലും അന്യപുരുഷനും സ്ത്രീയും ഖൽവത്തിലാകൽ ഹറാമാണ്. ഇതിങ്ങനെ പറയുമ്പോ മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായ ഒരു ഹദീസ് ഹബീബ് ഇങ്ങനെ പറയുമ്പോ ഒരു സ്ത്രീ ചോദിച്ചു, അപ്പൊ ഞങ്ങളെ കുടുംബത്തില് വീട്ടിലുള്ള ഞങ്ങളെ ഭർത്താക്കന്മാരുടെ സഹോദരന്മാരെ ഞങ്ങൾക്ക് കണ്ടുകൂടെ? അപ്പൊ എന്റെ ഭാര്യക്ക് എന്റെ ജ്യേഷ്ഠൻ അനിയൻ ഒപ്പാണ്, മിശ്രിതമാണ്, കൂട്ടുകുടുംബമാണ്, കണ്ടൂടെ? ഒപ്പല്ലല്ലോ. ഞങ്ങൾക്ക് എന്താ ഹബീബേ, എന്താണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ സഹോദരന്മാരെ പറ്റി അങ്ങ് അഭിപ്രായപ്പെടുന്നത്? നമ്മുടെ ചിലപ്പോ ഇപ്പൊ ഞാന് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ താത്താന്നൊക്കെയാണ് വിളിക്കുക, എന്റെ താത്തയെന്നൊക്കെ പറയും. പക്ഷെ റസൂലുള്ള പറഞ്ഞത് ആ താത്താക്ക് ഞാൻ മരണമാണ്, മരണത്തെ പേടിക്കുന്നത് പോലെ പേടിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിരിയിലാണ് ഒരു പെണ്ണിന് അവരുടെ ഭർത്താവിന്റെ സഹോദരന്മാരെ മരണത്തെ പേടിക്കുന്നത് പോലെ പേടിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ മൗതു, പേടിക്കണം, മരണാണെന്ന് പറഞ്ഞത്. അത്രമേൽ ഗൗരവമായ തെറ്റുകൾക്ക് എത്രയോ സംഭവങ്ങൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ജ്യേഷ്ഠൻ, ജ്യേഷ്ഠൻ ഗൾഫിലാണ്, അവരുടെ അദ്ദേഹത്തിന്റെ വാരി ഒളിച്ചോടിപ്പോയി. ആരൊപ്പം? അടിയന്റെ ഒപ്പം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരണത്തെ പോലെ ഭയപ്പെടണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പരിധി വരെ നമ്മൾ അതൊക്കെ സൂക്ഷിക്കണം. ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാം നമ്മുടെയും കാഴ്ചപ്പാടിന് മീതയാണ്. അങ്ങേതല നോക്കി പറയുന്ന പരിശുദ്ധമായ മതം. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി സംഭവിച്ചു പോയാൽ നമ്മൾ പറഞ്ഞു ഇതില് ഫജ്ലിദു 100 അടിയെടുക്കുന്ന വിഷയമാണ് പറഞ്ഞതെങ്കിലും മുഹ്സിനാണെങ്കിൽ, എന്താ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ? കല്യാണം കഴിഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണെങ്കിൽ അവരെ 100 അടി അടിച്ചു കൊല്ലണം. ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, എന്തൊരു സംഭവമാണ്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മാഇസ് ഇബ്നു മാലിക് ഇല്ലാത്തൊരു മഹാനാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണേ. അല്ല മായിസ് എന്താണ് ചോദിക്കുന്നത്? കൈഫ, എങ്ങനെ ഞാൻ എന്നെ ശുദ്ധീകരിക്കും? എങ്ങനെ ശുദ്ധീകരിക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു പോയി. അച്ഛനെ വ്യഭിചരിച്ച് എന്ന് കോടതിയിൽ വന്നിട്ട്, ഹാക്കിമിന്റെ അടുക്കൽ വന്നിട്ട് ഒരാള് സത്യം പറഞ്ഞ് ചെയ്താൽ, സത്യം ചെയ്ത് പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ മതി, അയാൾ ഇക്റാർ ചെയ്താൽ മതി, എറിഞ്ഞു കൊല്ലന്നെ വേണം. റസൂലുള്ളാഹിക്ക് ഇത് നിയമമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ആലോചിച്ചിട്ട് സങ്കടമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു,
ഒന്ന് തൊട്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് ചുംബിച്ചിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മായിസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അല്ലെങ്കിലും എറിഞ്ഞു കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവൻ നിർബന്ധിപ്പിക്കപ്പെട്ട് ചെയ്തതാവാൻ പാടില്ല. പിന്നെയോ ഇത് ഓനൊന്നില്ലെങ്കിൽ സ്വന്തം സമ്മതിച്ച് വരണം, അല്ലെങ്കിൽ 4 സാക്ഷികൾ വേണം. നമ്മൾ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞു, പക്ഷെ ആ വ്യഭിചാരത്തിന് 4 സാക്ഷികൾ വേണം. ആ 4 സാക്ഷികളും ഈ ഒരാണും പെണ്ണും ഒരു റൂമിൽ നിന്ന് വരുന്നത് കണ്ടാൽ പോരാ. ഇനി ഉലമാ വിശദീകരിക്കാണ്, ഈ ആണും പെണ്ണിനെയും ഒരു പുതപ്പിനടിയിൽ കണ്ടു, എന്നാൽ പോലും എറിഞ്ഞു കൊല്ലാൻ പറ്റൂല. 4 ആളുകൾ ആ പുരുഷൻ സ്ത്രീയെ ആ ചെയ്യുന്നതങ്ങ് കാണണം. അപ്പൊ അത് അത്രയും റയറായിട്ട് ഉണ്ടാവുള്ളൂ. ഉണ്ടായാലോ അവർ എറിഞ്ഞ് കൊന്നേ പറ്റൂ. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് ഉസാലി തങ്ങൾ ചോദിക്കുന്നത്, ഈ നിയമം ഇസ്ലാം വെച്ചപ്പോ അങ്ങനൊക്കെ ഇപ്പൊ മനുഷ്യന്മാരുണ്ടാവോ? 4 സ്വാലിഹീങ്ങൾ കാണവേ ഇത് ചെയ്യുന്നവർ അങ്ങനെയും ചെയ്തു പോയാൽ അപ്പോ ഒരാളെ കൊന്നാൽ മതി, അത് ആ നാടിനും ആ നൂറ്റാണ്ടിനും മുഴുവൻ പേടിയാകും. എറിഞ്ഞു കൊല്ലുന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മായിസ് തങ്ങളതാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ ചുംബിച്ചതോ തൊട്ടതോ ഒന്നുമല്ല, വിവാഹം ഹലാലായ വിവാഹത്തിലൂടെ നടക്കുന്നത് ഞാനെന്നെ ഹറാമിലൂടെ ചെയ്തു പോയി. അത് അയാളങ്ങ് തുറന്നു പറഞ്ഞ് പിന്നെ റസൂലുള്ളാഹിന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ത് മാത്രം? എറിഞ്ഞു കൊല്ലണം. റസൂലുള്ളാഹി കേട്ടപ്പോ മുഖം തിരിച്ചു. പക്ഷെ അള്ളാന്റെ നിയമമാണല്ലോ. റസൂലുള്ളാഹി ആരാ? കാരുണ്യത്തിന്റെ കടലാണ്, സ്നേഹത്തിന്റെ സാഗരമാണ്, ദയാവായ്പിന്റെ പാരാവാരമാണ്. റസൂലുള്ളാഹിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഒക്കെ തിരിച്ചു. പക്ഷെ അള്ളാന്റെ നിയമം അതാണ്. അള്ളാഹ് പറഞ്ഞത്, ഇങ്ങനത്തെ വിഷയം വരുമ്പോ അവരെ അംഗീകരിച്ചു ബോധ്യപ്പെട്ടാൽ പിന്നെ കാരുണ്യത്തിന്റെ ആവശ്യമില്ല. സ്വഹാബാക്കളൊക്കെ വിളിച്ചിരുത്തി. എന്നിട്ട് തെറ്റവിടെ പറഞ്ഞു. ഇന്ന് നമ്മുടെ മുമ്പിൽ മായിസിന തെറ്റ് സമ്മതിച്ചു വന്നു, എറിഞ്ഞു കൊല്ലല്ലാതെ മാർഗമില്ല. എറിയാൻ തുടങ്ങിയപ്പോ മായിസ് ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ശക്തമായ വേദന കണ്ട് വെട്ടിക്കൊല്ലുകയാണെങ്കിൽ തീർന്നു. അവിടുന്ന് ഇവിടുന്ന് ഏറ്. എന്ത് വരെ എറിയണം? മരിക്കോട് എറിയണം. ചെല്ലണം. സംഗതി വ്യഭിചരിച്ചിട്ട് അള്ളാന്റെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും വലിയ മഹാന, ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. എറിയാൻ തുടങ്ങി. എറിഞ്ഞപ്പോ ഓടാനും തുടങ്ങി. അവസാനം മായിസ് തന്നെ വിളിച്ചു പറയാണ്, എന്നെ നിങ്ങൾ എന്റെ കാല് മണ്ണിലേക്ക് അമർത്തി വെക്കൂ, എന്റെ കാലുണ്ട് മണ്ണിക്ക് താഴ്ത്തി വെച്ചാളേ, ഞാൻ ഓടൂലെന്നല്ല, നമുക്ക് എറിഞ്ഞു കൊല്ലാം. അത് പറഞ്ഞപ്പോ ഒരു സ്വഹാബി വര്യൻ ഒട്ടകത്തിന്റെ താടിയിൽ എടുത്തൊരേറങ്ങ് കൊടുത്തു. അതങ്ങ് കറങ്ങിപ്പോയി. മായിസിൽ തട്ടിയപ്പോ അവിടെ വഫാത്തായി. വഫാത്തായി എന്ന് പറയണം, അത് ചെറിയ മരണല്ല. മായിസ് തങ്ങൾ ഇങ്ങനെ കൊല്ലപ്പെടാൻ നിൽക്കുമ്പോ രക്തം ഇങ്ങനെ ചിതറിയിട്ട് മായിസ് തങ്ങളെ രക്തത്തെ കുടിച്ചപ്പോ ആരോ പറഞ്ഞു, ഇത് മായിസിൽ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ പറയരുത് മുത്ത് മുഹമ്മദ് മുസ്തഫ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് താബ തൗബ, മായിസ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലൗ താബഹ ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ഒരു വലിയ ജനാവലി തന്നെ ആ തൗബ കാരണം അവരുടെ പാപങ്ങൾ പോലും പൊറുക്കപ്പെടും. മായിസിന്റെ തൗബ എന്ന് പറഞ്ഞാൽ അതൊരാൾക്കുള്ള തൗബല്ല, ഒരു സൊസൈറ്റിയുടെ തെറ്റും മൊത്തം പൊറുക്കാനുള്ള തൗബയാണ്. മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചെയ്തതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെ ഈമാനാണ്. സത്യത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി, അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ശരിക്കും തൗബ ചെയ്താൽ മതി. ഇനി ആവർത്തിക്കില്ല. ഖേദിച്ച് മടങ്ങി തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും ചെയ്യും. തൗബയാണെങ്കിൽ വരുന്ന കാലത്ത് ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന ഉറപ്പിലാണ് തൗബ ചെയ്തതെങ്കിൽ പിന്നെ അള്ളാഹ്ക്കൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? ഒരു തെറ്റ് സംഭവിച്ചു പോയി, ആ
അതിൽ നല്ലോണം കരഞ്ഞ് വ്യസനിച്ച് മട്ടത്തിലൊരു തൗബ ചെയ്താൽ ആ തെറ്റുകളെ പോലും അള്ളാഹു നന്മയാക്കി മാറ്റിത്തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല തൗബ. അങ്ങനെ നമ്മുടെ അപരാധങ്ങൾ മുഴുവൻ അള്ളാഹു സുഹൃതങ്ങളാക്കി തരട്ടെ. അങ്ങനെ മതി. പക്ഷെ മായിസ് തങ്ങൾക്ക് അതിലൊരു സുഖം കിട്ടണില്ല. ഞാനത് ചെയ്തു പോയല്ലോ, അതുകൊണ്ട് തൗബയൊക്കെ ചെയ്തു. ആ തൗബയുടെ ഭാഗമായിട്ടാണ് മഹാരഥൻ ഇത് സമ്മതിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ തൗബ ചെയ്യേണ്ട സമയത്ത് വൃത്തിയായിട്ട് ആ തൗബ ചെയ്ത എത്രത്തോളം ഒരാൾ ഒരു സംഭവം കാണാം. ഒരാള് കുറേ തെറ്റ് ചെയ്ത് ജീവിച്ചു. അങ്ങനെ അവസാനം അയാൾക്ക് മനസ്സിലായി അള്ളാഹ് എന്നെ പിടിക്കല്ലോ. അപ്പൊ മക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കരിച്ച് ഭസ്മമാക്കി ആ ഭസ്മം മുഴുവൻ നദിയിലെറിയണം. പാപ്പാന്റെ വസീയത്താണ്. അപ്പൊ മരിച്ചപ്പോ വസീയത്തല്ലേ, മക്കളത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അയാളെ മരിച്ചപ്പോ കത്തിച്ചു ഭസ്മമാക്കി നദിയിലേക്ക് എറിഞ്ഞപ്പോ അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടോ? അയാളെ വീണ്ടും ഒരു മനുഷ്യനാക്കി. അള്ളാഹ്ക്ക് റൂഹ് കൊടുത്തു. അയാളോട് ചോദിച്ചു, എടാ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിന്നെ ഭസ്മമാക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ്? അള്ളാഹ്നോട് അയാൾ പറഞ്ഞു, എത്ര തെറ്റ് ചെയ്തു, എനിക്ക് നിന്നോടുള്ള ഭയം കൊണ്ടാണ്. അപ്പൊ അള്ളാഹ് ചോദിച്ചു, എന്നെ പേടിച്ചിട്ടല്ലേ? ഞാനൊക്കെ പുറത്തുനിന്നിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹശിയത്ത് നിന്ന് വല്ലാതെ എടുത്തുപോയി. പേടില്ലല്ലോ. അള്ളാഹുവിനെ പറ്റിയുള്ള യഥാർത്ഥമായ ഖൗഫ് ആകെ അറിയാം. അള്ളാഹു പുറത്തിരുന്ന അള്ളാഹു പുറത്തൊരു റഊഫ്, റഹ്മാൻ, റഹീം, വദൂദ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ് കാരുണ്യത്തിന്റെ വലിയ യഥാർത്ഥ പ്രതീകമാണ്. അതിലൊന്നും സംശയമില്ല. പക്ഷെ ആ ഖൗഫ് നമുക്ക് വേണം, ഒരു ഭയം. അല്ലാഹ് ഞാൻ കണ്ടുപോയിട്ടുണ്ടല്ലോ, തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ. എന്താ ഒരു ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ അബൂ ഹനീഫ തങ്ങൾ പള്ളിയിൽ ഇരുന്നതാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ സുബ്ഹി വരെ ഇരുന്നു. സുബ്ഹി വരെ എന്തിയെ? ഒരായത്ത് مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. ഒരണുമണി തൂക്ക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് എടങ്ങണിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അള്ളത് കാണുമല്ലോ. അള്ളത് കാണുക തന്നെ ചെയ്യുമെന്ന ആയത്ത് ചിന്തിച്ചിട്ട് ഇശാ കഴിഞ്ഞിട്ട് സുബ്ഹി വരെ ഒരൊറ്റ ഇരുത്തം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹശിയത്ത്, പേടി പഠിച്ചോ, പിടിക്കല്ലോ, ഇതിനൊക്കെ ഉത്തരം പറയണല്ലോ. ഈച്ച് ആൻഡ് എവരിതിങ്, ഒരു മൈക്രോ അത് വിട്ട് ഒരു മാക്രോ തെറ്റുണ്ടെങ്കിൽ അതുപോലും അല്ലാഹ് കാണുന്നുണ്ട്. ഈ ഒരു ഹശിയത്തുണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അങ്ങനെയുള്ള തൗബത്ത് വല്ലാത്ത സ്ഥാനമാണ്. അല്ലാഹു എല്ലാം നമുക്ക് പുറത്തുമാപ്പാക്കട്ടെ. കൂടെ ഇതിന്റെ നിയമം പറഞ്ഞതുകൊണ്ട് ഒരു വിഷയം കൂടെ പറയാം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. അയാൾ കട്ടെടുത്തിട്ടുണ്ട്. കട്ടെടുത്താൽ എന്താ ഇസ്ലാമിലുള്ള ശിക്ഷ? കൈവെട്ടണം. കൈവെട്ടിയപ്പോ റസൂല് ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുന്നുണ്ട്. മെല്ലെ മെല്ലെ, കാരുണ്യാണല്ലോ, സ്നേഹാണല്ലോ, സ്നേഹസ്പർശനമാണല്ലോ. റസൂൽ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോഴുള്ളവർ ചോദിച്ചു, റസൂലേ, യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് കൈവെട്ടാനുള്ള ഉത്തരവ് വിടാതിരുന്നാ പോരെ? അങ്ങ് പറഞ്ഞതുകൊണ്ടല്ലേ കൈവെട്ടിയത്. എന്തിനാണ് ഈ കരയുന്നത്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാണ് ഇയാളങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോ അയാളുടെ മൂത്താപ്പയാണ്. മൂത്താപ്പനോട് ചോദിച്ചു, ഹൽ അത്തബുത്ത, നിങ്ങൾ ഈ കുട്ടിയെ സംസ്കാരമൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? നീ സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സംസ്കാരം പഠിപ്പിക്കുന്നതിനെ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത്. ഇങ്ങോട്ട് കൊണ്ടുവന്ന് തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെ അള്ള പറഞ്ഞത് നടത്തലല്ലാതെ നമുക്ക് മാർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം? മൻ സതറ, ആരെങ്കിലും ആരുടെയെങ്കിലും തെറ്റ് മറച്ചു വെച്ചാൽ, മൻ സതറ മുസ്ലിമാ, അല്ലേ?
തെറ്റ് നമ്മളാൽ ഒരാൾ പോലും സ്വന്തം ചെയ്ത തെറ്റന്നെ മറ്റുള്ളവരോട് പറയൽ ഹറാമാണ്. ഞാൻ ചെയ്ത തെറ്റ് മറ്റുള്ളവരോട് പറയൽ അത് ഹറാമാണ്. ഇനിയോ മറ്റൊരാളുടെ തെറ്റ്, മനസ്സതറ മുസ്ലിമൻ, നമ്മൾ ഒരാൾ മറ്റൊരാളുടെ തെറ്റ് മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, നമ്മളൊക്കെ ചെയ്ത അപരാധങ്ങൾ അല്ലാഹു മറച്ചു വെക്കും. അതുകൊണ്ട് ഇതിന്റെ കൂടെ ചേർക്കേണ്ട ഒന്നാണ് മറ്റുള്ളവരുടെ പോരായ്മകൾ. ഒരാളോട് പോലും ആരോടും പറയരുതുണ്ട്. അടുത്ത ആളോട് അയാളും പറയും ആരോടും പറയരുത്, അയാളും പറയും ആരോടും പറയരുത്. പിന്നെ ഇത് ഇങ്ങനെ റൗണ്ട് അടിക്കും, ദൗറ അടിക്കാൻ തുടങ്ങും. അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി അവസാനമായിട്ടൊരു പോയിന്റ് കൂടെ ഖുർആൻ പറഞ്ഞു അവസാനം, വൽയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. ഈ ശിക്ഷയ്ക്ക് മുഅ്മിനീങ്ങളിൽ നിന്ന് നല്ലൊരു സാക്ഷിയും വേണം. തെറ്റ് ശിക്ഷ വേണമെന്ന് പറഞ്ഞല്ലോ. വിചാരത്തിന് 3 വിഭാഗത്തിന് 3 രൂപത്തിലുള്ള ശിക്ഷ. ഇതൊന്നും ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത്. എന്തിനാണ്? വൽയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഒരു നല്ല വിഭാഗം ഇതിന് സാക്ഷിയാവണം. അതെന്തിനാ? മഹാരഥന്മാര് പറയുന്നു, ഒന്ന്, നല്ലൊരു മുമ്പിൽ വെച്ച് ശിക്ഷ കിട്ടുമ്പോ ഒരു അഭിമാന ബോധം, കുറച്ചോനെ ഞാൻ വഷളാകുമല്ലോ എന്ന് ഒരു നല്ല മനുഷ്യനൊക്കെ ഉണ്ടാകും. രണ്ടാമത്തത് സയ്യിദുന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവിടെ മുഅ്മിനീങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ശിക്ഷ നടക്കുന്ന സമയത്ത് അവർ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ദുന്യാവിൽ അയാൾ എറിഞ്ഞു കൊല്ലപ്പെട്ടാലും ആഖിറത്തിൽ ഇവരുടെ പ്രാർത്ഥന കൊണ്ട് അയാൾ രക്ഷപ്പെടുമല്ലോ. മൂന്നാമത്തത് സാന്നിധ്യത്തിലാകുമ്പോൾ ആൾമാറാട്ടം സംഭവിക്കില്ല, യഥാർത്ഥ കുറ്റവാളി തന്നെ ശിക്ഷിക്കപ്പെടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് വ്യഭിചാരത്തിന്റെ മാരകമായ ശിക്ഷകൾ, എങ്ങനെ നമുക്ക് അങ്ങനത്തെ അപരാധം തുടങ്ങിയാലുണ്ടാവില്ല. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. തുടങ്ങിയവരിൽ എങ്ങനെ മാറ്റം ഉണ്ടാക്കാം, ഉണ്ടാകാതെ ജീവിക്കാൻ പരിശുദ്ധമായ ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന മനോഹരമായ ഒരു ചരിത്രമാണ് ആരുടേത്? വ്യഭിചാരത്തിൽ നിന്ന് മുക്തമാകാൻ, വ്യഭിചാരത്തിന്റെ സാധ്യത വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ പരിശുദ്ധമായി ഖുർആൻ മുമ്പിൽ വെച്ചൊരു ചരിത്രമാണ്. അതെ, സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം, ഭയങ്കര മോസ്റ്റ് ഹാൻസം, ഭയങ്കര ഭംഗിയുള്ള വ്യക്തിത്വം. അവരെ വ്യഭിചരിക്കാൻ വരുന്നത് ആരാ? അതും ഭയങ്കര ചുരുക്കുള്ള ആളാ, കൊട്ടാരത്തിലെ രാജ്ഞിയാണ്. ഒരു പ്രശ്നമില്ല, ആരും ചോദ്യം ചെയ്യില്ല, പറയില്ല, പിടിക്കില്ല. പക്ഷേ ആ സമയത്ത് പോലും സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ മുക്തമായി, എങ്ങനെ രക്ഷപ്പെട്ടു? വ്യഭിചാരത്തിന്റെ 100% സാധ്യത വന്നപ്പോഴും എങ്ങനെയാണ് സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്? ഈ സൂറത്ത് യൂസുഫിന്റെ അവസാനം അല്ലാഹു പറഞ്ഞില്ലേ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പഠിക്കാനുള്ള സൂറത്താണ് സൂറത്ത് യൂസുഫ്. സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത് ചെയ്തത്, ആ രംഗം രണ്ടുപേരൊരു റൂമിലാണ്, അത് ലോക്ക് ചെയ്യപ്പെടാണ് റൂമിൽ. യൂസുഫ് അലൈഹിസ്സലാം കരുതി കൂട്ടി ചെയ്തതല്ല, അങ്ങനെ ഒരു മൊമെന്റ് വന്നു. അപ്പൊ എന്ത് പറഞ്ഞു? കാക്കട്ടെ. ഇത്യാദി തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം, അള്ളാഹുവിനോട് നമ്മൾ നല്ലോണം കാവലിനെ ചോദിക്കണം. ഉണ്ടാകുന്നതിന്റെ മുമ്പേ അല്ലാഹ് കാക്കണേ, കാക്കണേ, കാക്കണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. രണ്ടാമത്തത്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ മൊമെന്റ് വന്നപ്പോ ഖുർആൻ പറയാണ്, യൂസുഫ് അലൈഹിസ്സലാം ചിന്തിച്ചു, ഇന്ന റബ്ബി അഹ്സന മഫ്വായ്. എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര വലിയ അഭയം തന്നതാണ്. ഞാൻ പൊട്ടക്കിണറ്റിലായി കിടന്നപ്പോ എന്നെ രക്ഷിച്ചവനാണ് എൻ്റെ അമ്മ. അല്ലാഹു തന്ന നിഅമത്തൊക്കെ പാടെ ആലോചിച്ചു പോയി. യൂസുഫ് അലൈഹിസ്സലാം അങ്ങനത്തെ ഒരു സമയം വന്നപ്പോ എൻ്റെ അമ്മ എനിക്ക്
എത്ര വലിയ നിഅ്മത്ത് തന്നിട്ടുണ്ട്, എന്നെ എവിടൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അള്ളാഹനെ ഞാൻ എതിർക്കുകയോ? സത്യത്തിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വശീകരിക്കപ്പെടുന്ന രംഗായിരുന്നു അത്. പക്ഷേ അവിടുന്ന് എന്ത് ചിന്തിച്ചു? എൻ്റെ അള്ളാഹ് എനിക്ക് എത്രയൊക്കെ നിഅ്മത്ത് തന്നിട്ട് ഇനി ഞാൻ അള്ളാഹനെ എതിർക്കുക? അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തതോ യൂസുഫ് അലൈഹിസ്സലാം തന്നെ പറഞ്ഞില്ല, ലൗലാ അനറാ ബുർഹാന റബ്ബി. അള്ളാന്റെ ബുർഹാൻ അവിടുത്തെ ഈമാനായിരുന്നു. ഈമാൻ കൂട്ടിയാലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇന്നി അഖാഫുല്ലാഹ്, വിചാരത്തിന്റെ സാധ്യത എത്തിയ സമയത്ത് ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞെന്ന് മാറിയാൽ അർശിന്റെ തണലാണ്. ഈമാന് കൂടണം. നാലാമത്തത് ഇഖ്ലാസുമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ചൊല്ലുമ്പോൾ അല്ലാഹു പറയുന്നു, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. ഇഖ്ലാസിന്റെ അടിമയാണ്. അഥവാ ഈ തെറ്റിൽ നിന്ന് മാറണമെന്ന് ഹൃദയം കൊണ്ടുള്ള താല്പര്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഇനിയും ചെയ്യാം എന്നാണെങ്കിൽ അത് ഇഖ്ലാസില്ല, അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെയോ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഇബാദിനൽ മുഖ്ലസീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തത് തെറ്റിൽ നിന്ന് ഓടി ഒളിക്കുക. തെറ്റിന്റെ സാഹചര്യം വരുമ്പോ യൂസുഫ് അലൈഹിസ്സലാം വെളുപ്പെന്നെ വിളിക്കണ്ടേ, എന്തിനാണെന്ന് നോക്കട്ടെ. ഇത് തെറ്റിനെങ്കിൽ മാറാന്നല്ല, ഇത് വെളിച്ചപ്പഴേക്ക് വാതിലിന്റെ കൊടുക്കാണ്ട് ഓടുകയാണ്. അപ്പോ സലീഹ അങ്ങ് വലിക്കാണ്. സുലീഹ ബീവി ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മഹതി തന്നെയാണ്. അവരൊക്കെ തൗബ ചെയ്ത് നന്നായവരാണ്. വലിച്ചപ്പോ വസ്ത്രം പോലും പിന്നിൽ നിന്ന് കീറി. അതുപോലെ തെറ്റിൽ നിന്ന് ഓടി ഒളിക്കാൻ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനമായി പ്രാർത്ഥന തന്നെയാണ്. എന്തൊരു പ്രാർത്ഥനയാണ് യൂസുഫ് അലൈഹിസ്സലാം നടത്തിയത്! അല്ലാഹ്, ഈ തെറ്റിനേക്കാൾ എനിക്ക് നല്ലത് ജയിലാണ്. ഇത് ചെയ്താൽ പിന്നെ ഞാൻ ജാഹിലായി പോയില്ലേ, മോശക്കാരനായി പോയില്ലേ എന്നുള്ള മനം തട്ടിയുള്ള പ്രാർത്ഥന. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു തീരുമാനം, ഒരു തയ്യാറെടുപ്പ്, ഒരു ഡിറ്റർമിനേഷൻ അതങ്ങ് നടത്തിയപ്പോ യൂസുഫ് അലൈഹിസ്സലാമിന് അല്ലാഹു ഉത്തരം നൽകി. ഫസറഫ അൻഹു കൈദഹുൻ. ആ വലിയ വ്യഭിചാരമാകുന്ന ചതിയെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന, ചെയ്യാന്ന് മാത്രമല്ല ചെയ്ത അനുഭവം പങ്കുവെക്കുന്ന കാലമാണ്. ചെയ്തിട്ട് ഉളുപ്പില്ലാതെ അഭിമാനത്തോടെ നടക്കുന്ന കാലമാണ്. മാരകമായ തെറ്റാണ്. അള്ളാഹു എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പം നമ്മൾ ആലോചിക്കുക, അതിൽ ആഖിറത്തിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലെ വിശദീകരിച്ചതാണ്. അള്ളാഹു എല്ലാത്തിനും തൊട്ടും നമ്മളെ കാക്കട്ടെ. നമുക്ക് അള്ളാഹു മഅരിഫത്തും ബുർഹാനും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇൽമ് നിന്റെ ത്വാഅത്തിലാക്കണേ അല്ലാഹ്. നന്മ കൊണ്ട് അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങളുടെ മുഴുവൻ പ്രതിഫലവും ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു സിദ്ദീഖീങ്ങൾ, അംബിയാ, സാലിഹീങ്ങൾ, കുതുബിന്റെ മുസന്നിഫീങ്ങൾ, മശായിഖന്മാർ, സ്ഥാപക നേതാക്കന്മാർ, അവർക്കൊക്കെ എത്തിച്ച് അവർക്കൊക്കെ ഖബറിൽ വലിയ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഉസ്താദുമാരെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളടക്കം പലരും ഈ പള്ളിപ്പറമ്പിൽ, വിവിധ പള്ളിപ്പറമ്പുകളിൽ അല്ലാഹ് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി ഞങ്ങൾ ഉള്ളും പുറവും രഹസ്യവും പരസ്യവും നീ പരിശുദ്ധമാക്കണേ അല്ലാഹ്. നല്ലോണം പറക്കാത്ത് തരണേ അല്ലാഹ്, ഐശ്വര്യം തരണേ അല്ലാഹ്, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാഹ്. യാ റാഫിഉ യാ അല്ലാഹ്, യാ മന്നാനു യാ അല്ലാഹ്, യാ ഹന്നാനു യാ അല്ലാഹ്. ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്.
റബ്ബേ ഞങ്ങൾ ഉമ്മത്തിനെ സ്വലാഹിയത്തിലാക്കണേ അല്ലാ. എല്ലാവിധ നന്മയും തരണേ അല്ലാ. അപരാധങ്ങളോട് ഉറപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾക്കിടയിൽ ഇസ്ലാമും സ്നേഹവും ഒരുമയും സന്തോഷവും പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെയൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين وبفضله. صلى الله على محمد صلى الله على محمد. اللهم صل على سيدنا محمد والآل والأصحاب وسلم.